6/1/2025 തിങ്കളാഴ്ച വെച്ചിട്ടുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം കാർത്തിക ഉത്രം ഉത്രാട നക്ഷത്രക്കാർക്ക്. ഇത് ഭാവം കണക്കാക്കിയിട്ട് ഓരോ നക്ഷത്രത്തെ എടുത്ത് അതിൻ്റെ ഭാവം കണക്കാക്കിയിട്ട് വ്യാഴം മാറുന്ന വെച്ചിട്ടുള്ള ഫലമാണ്, അല്ലാതെ കൂറ് വെച്ചിട്ട് ഉള്ളതല്ല. അപ്പോൾ അത് കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും. പിന്നെ ഇവിടെ വ്യാഴം മാത്രമല്ല ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയാണ്. അപ്പോൾ ഒരു വ്യാഴം മോശമായി എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് മോശമാണെന്നൊന്നുമില്ല. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണ് എങ്കിൽ ഫലം അങ്ങനെ മോശമാണെന്നുമില്ല. അതേപോലെ തന്നെ നല്ലത് വ്യാഴത്തിന് നല്ല പറഞ്ഞുകൊണ്ട് നല്ല എന്നെ സംഭവിക്കും, ഉടനെ വിധിക്കുക നല്ല സംഭവിക്കുമെന്നൊന്നും ചിന്തിക്കരുത്. കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അത് മോശമായിട്ടാണെങ്കിൽ ഫലം നല്ലതാവില്ലല്ലോ. അപ്പം വ്യാഴം നമുക്ക് ഗുണമാണോ ചെയ്യാൻ മോശമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന നിലയിൽ ഇതിനെ കാണണം. അപ്പോൾ ഈ 6-ാം തീയതി 6/1/2025 തിങ്കളാഴ്ച വെച്ച് ഏകദേശം അതിനടുപ്പിച്ച് വ്യാഴം ഭാവം മാറുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക്, കാർത്തിക ഉത്രം ഉത്രാട നക്ഷത്രക്കാർക്ക്. പക്ഷേ ഈ വ്യാഴമാറ്റത്തിന് ഒരു പ്രാധാന്യം, വ്യാഴം ഒരു പ്രധാനപ്പെട്ട ഗ്രഹം തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ മാറ്റത്തിന് പ്രാധാന്യമുണ്ട്. പിന്നെ ഇതൊരു വക്രഗതിയിലുള്ള മാറ്റമാണ്. പിന്നോട്ടേക്ക് വ്യാഴം കുറച്ച് കാലം സഞ്ചരിക്കും. അപ്പോൾ ആ ഗ്രഹത്തിന് ബലം കൂടുതലാണ്. അപ്പോൾ ഫലം നൽകാനുള്ള കഴിവ് കൂടുതലാണ്. പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായാലും മോശമായാലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പീരീഡാണ് ഇതെന്ന നിലയിൽ വേണം ഇതിനെ കാണാൻ. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നല്ലതോ മോശമായല്ല. കാരണം എങ്ങോട്ടേ നല്ലതിലേക്കാണ് മാറുന്നതെങ്കിൽ നല്ലത്, മോശത്തിലേക്കാണ് മാറുന്നതെങ്കിൽ മോശം. ആ നിലയിൽ അതിനെ കാണണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ ഇപ്പോൾ നല്ല സ്ഥാനത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. അതായത് കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു ഭാവത്തിലാണ് വ്യാഴം ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കാലത്തേക്ക് അത് പിന്നോട്ടേക്ക് സഞ്ചരിച്ചിട്ട് കുറച്ച് ടെൻഷനിൽ ഉണ്ടാക്കുന്ന ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ അത്ര ഒരു സുഖമുള്ള പീരീഡല്ല കുറച്ചു കാലം. ഇതുവരെയെല്ലാം കുറച്ചെല്ലാം ഒരു പോസിറ്റീവായിട്ടെല്ലാം കണ്ടിരുന്നു, കുടുംബപരമായി സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലതായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇനി കുറച്ചു കാലം അത് കുറച്ച് മോശമായിട്ടെല്ലാം തോന്നും. എല്ലാ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സങ്ങൾ, എല്ലാം ഒരു പിന്നോട്ടടി, എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെയെല്ലാം ഒരു തോന്നലുണ്ടാകാം. പക്ഷെ ഒന്നോർക്കുക, അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ്, തിരിച്ചത് പഴയ നല്ല സ്ഥാനത്തേക്ക് തന്നെ വരും. അതാണ് കാർത്തികക്കുള്ളത്. പിന്നെ ഉള്ളത് ഉത്രമാണ്. ഉത്രത്തിന് ഇപ്പം വന്ന് നിൽക്കുന്ന സ്ഥാനം ഇപ്പോഴുണ്ടായിരുന്നത് ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങൾ, എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തെല്ലാം വളരെ എനിക്ക് ഓവർ വർക്ക്, അല്ലെങ്കിൽ ജോലിക്ക് തടസ്സങ്ങൾ, എല്ലാ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു ഔദ്യം, അല്ലെങ്കിൽ ഓവർ വർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ വർക്ക് ഇല്ലാതിരിക്കുക, ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷനുള്ള ഒരു സ്ഥലത്താണ് വ്യാഴം ഉള്ളത്. പക്ഷെ അത് കുറച്ചു കാലത്തേക്ക് മനസമാധാനം നൽകുന്ന ഒരു ഭാവത്തേക്ക് പിന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം കുറച്ചു കാലത്തേക്ക് ഒരു ബാധ്യത ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു അനുകൂലമായ ഒരു സാഹചര്യം. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു ഉല്ലാസ യാത്രയെല്ലാം പോകണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ ഒരു ദൂരയാത്ര നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു ദൂരയാത്രക്ക് അവസരം കൊടുക്കുക. അങ്ങനെ ഒരു ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് തന്നെ ഒരു അവസരം കിട്ടിയതായിരിക്കും, ദൂരെ എവിടെയെങ്കിലും പോകാനും എല്ലാം. അങ്ങനെയൊരു ഭാഗ്യമുള്ള ഒരു, നമുക്ക് മനസ്സിന് സമാധാനമുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. കുറച്ച് കാലത്തേക്കാണെങ്കിലും അത് വളരെ അനുകൂലമാണ്. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ടെൻഷൻ അടിച്ച് നടക്കുന്നതിൽ
എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം കിട്ടാൻ സാധ്യതയുള്ള ഒരു പീരീഡാണ് ഇത്. കുറേ അനുകൂലമായിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലത്തായിരുന്നുവെങ്കിൽ കുറച്ചൊരു ആശ്വാസം, അതിൽ നിന്നെല്ലാം ഒരു റിലാക്സേഷൻ കിട്ടുന്ന തരത്തിൽ, ഒരു സന്തോഷം കിട്ടുന്ന തരത്തിൽ, പല ആത്മീയ കാര്യത്തിലെല്ലാം ഇടപെടാൻ പറ്റിയ അത്തരത്തിലെല്ലാം ഉള്ള ഒരു നല്ലൊരു ഭാവത്തിലേക്ക്, മക്കൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ ഭാവത്തിലേക്കെല്ലാം വന്നിരിക്കുകയാണ്. കുറച്ച് കാലത്തേക്ക് ആ ഗ്രഹത്തിന് ബലമുള്ളത് കൊണ്ട് നമ്മളെ പ്രതീക്ഷകളെല്ലാം ഒരു പരിധി വരെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാൻ, തൊഴിൽപരമായിട്ടായാലും എങ്ങനെയായാലും അതിനുള്ളൊരു സാധ്യതയുള്ളൊരു പീരീഡിലേക്കാണ് വന്നിരിക്കുന്നത്. കുറച്ച് കാലത്തേക്കാണ്. ഇതിന് തിരിച്ചു പോകുമ്പോൾ എപ്പം മാറുന്നുള്ളത് അന്നേരം പറയും. ഇനി ഉത്രാടം നക്ഷത്രക്കാർക്കാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ മോശം സ്ഥാനത്താണ്. ശത്രുത, തടസ്സങ്ങൾ, എവിടെ പോകാൻ തിരിഞ്ഞാലും ശത്രുതയും തടസ്സങ്ങളും പാരവെപ്പുമെല്ലാം സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇയാളെ സപ്പോർട്ടീവല്ല, എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാകുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, വേണ്ടാത്ത തർക്കങ്ങളിലെല്ലാം ചെയ്ത് തലയിടുക, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പാരവെക്കുന്ന വരിയുള്ള തോന്നലെല്ലാം ഉള്ള ഭാവത്തിൽ നിന്ന് തിരിച്ചിട്ട് നല്ലൊരു സ്ഥാനത്തേക്ക്, കുറച്ച് മനസമാധാനമുള്ള ഒരു ഭാവത്തിലേക്ക് കുറച്ച് കാലത്തേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് കാലം ഇതുവരെ എന്തെല്ലാമോ ടെൻഷനും അതും ഇതുമെല്ലാം ഉണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം മുക്തി ലഭിച്ചു. കുറച്ചൊരു വേണമെങ്കിൽ ഒരു ഉല്ലാസയാത്ര, ആത്മീയകരമായ കാര്യങ്ങൾക്കെല്ലാം പോകാനും എല്ലാം പറ്റിയൊരു നല്ലൊരു ഭാവത്തിലേക്ക് വന്നതാണ്. അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിലൂടെയുള്ള ഒരു സന്തോഷം, ഇങ്ങനെയെല്ലാം ഉള്ള മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ആത്മീയപരമായ കാര്യം, മനസമാധാനമുള്ള കാര്യം, ഇങ്ങനെയുള്ളൊരു ഭാവത്തിലേക്ക് കുറച്ച് കാലത്തേക്ക് വ്യാഴം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരാശ്വാസം കുറച്ച് കാലത്തേക്ക് കിട്ടും. പക്ഷേ തിരിച്ച് പഴയതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ പോകും. അതെപ്പോഴാണെന്ന് അന്നേരം പറയാം. കാരണം ഓരോന്നിൻ്റെയും നക്ഷത്രത്തിൻ്റെ കൃത്യമായി കണക്കൂട്ടിയിട്ട് പറയണം, അല്ലാതെ വക്രഗതി തീരുന്ന വെച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യം. ഓരോ ഭാവം വെച്ച് തന്നെ എടുക്കണം. അപ്പോൾ അതിന് മാറുന്ന സമയത്താണ് ഇത് പറയുന്നത് ആർക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു പീരീഡാണ്. അതിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് കുറച്ച് അനുകൂലമായ സമയമായതുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യതയുള്ളൊരു പീരീഡ് തന്നെയാണ്. കുറച്ച് നല്ലൊരു പീരീഡാണെന്ന് പറയാം. എന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ നല്ലതിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയ തിരിച്ചടിയാൽ അനുഭവപ്പെടും. അതുകൊണ്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട. കുറച്ചു കാലം കഴിഞ്ഞ് ഈ ഗ്രഹം പഴയ വാര്യ നല്ല സ്ഥലത്തേക്ക് തന്നെ പോകും. ആ നിലയിൽ ഇത് കാണണം. ഇതാണ് 6/1/2025 തിങ്കളാഴ്ച വെച്ചിട്ടുള്ള, ഏകദേശം അതിനെ അടുപ്പിച്ചിട്ടുള്ള ദിവസത്തിൻ്റെ വെച്ചിട്ടുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം കാർത്തിക, ഉത്രാടം നക്ഷത്രക്കാർ.